എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അംബിക ചെയ്തതെല്ലാം തെറ്റു തന്നെയായിരിക്കാം. പക്ഷേ നിങ്ങൾ വരുത്തി വച്ചിരിക്കുന്നത് വലിയ ഗുരുത്വദോഷമാണ്. ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്തത്ര വലിയ ഗുരുത്വദോഷം. ആകർഷടാ, പ്ലീസ് ഇങ്ങനെ പിണങ്ങി പോവല്ലേ. നമുക്കെല്ലാം സംസാരിച്ച് തീർക്കാം. ഇനി എന്ത് സംസാരിക്കാൻ? നിങ്ങളൊക്കെ കാരണം എന്റെ അമ്മയുടെ മാനാ കപ്പലേറിയത്. ഇനി നിന്നോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ആകാശിനെ നഷ്ടപ്പെടുന്നു തോന്നിയ അഖില വീണ്ടും എന്തേലും കടുങ്കൈ കാണിക്കൂ എന്റെ ദൈവമേ. മോളെ, എല്ലാവരുടെ ഇപ്പോഴത്തെ പരിഭവം ഒന്ന് മാറട്ടെ. നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം. ഇത് വെറും പരിഭവമല്ല അമൃതേച്ചി, ഇതൊരിക്കലും മാറില്ല. എന്നോട് സ്നേഹം നടിക്കുമ്പോ പോലും ആകാശേട്ടന് മനസ്സിൽ അനുകേച്ചിയായിരുന്നു. ഒരു സഹതാപത്തിന് പുറത്താ എന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോ ആ സഹതാപവും നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും ആകാശേട്ടൻ എന്നിലേക്ക് മടങ്ങി വരില്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല, ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇങ്ങനൊരു ചതി എനിക്ക് പറ്റിപ്പോയല്ലോ ദൈവമേ. വല്ലവരുടെയും കാശാത് ഞാൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? എടുത്തിയാടി ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. നീയിപ്പോ ഇങ്ങനെ കഴിഞ്ഞിട്ടെന്താ കാര്യം? ശവത്തെ കുത്താതെ മനുഷ്യ. അമ്മയെ ചതിച്ചത് കലാവതിയാണല്ലോ. എന്നാ പിന്നെ അവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തൂടെ? ഞാൻ നോക്കിയിട്ട് ശരിയായ വഴി അത് തന്നെയാ. അവള് നല്ല ബുദ്ധിപൂർവ്വ കളിച്ചത്. കേസിന് പോയാ ഞാനേ കുടുങ്ങൂ. കലാവതിയുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു വാങ്ങിച്ചു തരാൻ എനിക്ക് ആരും ഇല്ലാതെ പോയല്ലോ എന്റെ ദൈവമേ. ആ മഹേന്ദ്രൻ എന്നെ ഇത്രയും ക്രൂരമായി എടുത്ത് തല്ലിയിട്ട് എനിക്ക് ആരും ഇല്ലല്ലോ അത് ചോദിക്കാൻ. എന്റെ ഭർത്താവും മക്കളും പോലെ എന്റെ കൂടെ നിൽക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ നോക്കിയവളല്ലേ ഞാൻ. അതിന്റെ നന്ദി പോലും എന്നോട്. അമ്മേ, ഈ കരച്ചിലും പറച്ചിലൊക്കെ നിർത്തുന്നുണ്ടോ? അമ്മ ഇങ്ങനെ കെഞ്ചിയാലും ഇല്ലെങ്കിലും അമ്മയെ തല്ലിയതിനുള്ള പണി മഹേന്ദ്രന് ഞാൻ കൊടുത്തിരിക്കും. അതിലൊരു സംശയം ആർക്കും വേണ്ട. പക്ഷേ ഇവിടെ നടന്ന സ്വർണ്ണ തട്ടിപ്പിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ പൊന്നുമോനെ, നീ അമ്മയെ കൈവിടരുത്. ആ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ ജീവിതം നരകമായി പോവും. സഹദേവേട്ട, ദേ ഇന്ന് വരെ എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ അതിനെല്ലാം ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്നെ ഒന്ന് രക്ഷിക്ക്. നിന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാണ്ടാന്ന് അംബികേ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരുടെയെങ്കിലും കയ്യിൽ നിന്നും മറിച്ചിട്ടോ തിരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ പണം കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. കൊള്ളാം. എല്ലാം അറിയാവുന്ന നീ തന്നെയാണോ ഈ പറയുന്നേ? 1-2 ലക്ഷമാണോ? 33 ലക്ഷം രൂപയാണ് വേണ്ടത്. അത്രയും രൂപ എനിക്കത് കടന്നു തരാനാ? ആ, പിന്നൊരു വഴിയുണ്ട്. അത്രയും പണം സുമേഷിന് ശ്രീധരൻ നൽകിയതായി കരുതാൻ യാമിനി തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതെ,
എവിടുത്തെ ന്യായ അച്ഛൻ ഈ പറയുന്നത്? ദേ, ഇത് കാലം പഴയതല്ല. എന്റെ വീട്ടുകാര് സ്ത്രീധനം തരുന്നുണ്ടെങ്കിൽ അത് തരേണ്ടത് എന്റെ ഭർത്താവിന്റെ കയ്യില്. അല്ലാതെ എന്റെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അല്ല. എന്തായിട്ടാണെങ്കിലും ഈ പണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അക്കാര്യത്തില് അമ്മയെക്കാളും നിർബന്ധം ഞങ്ങൾക്കുണ്ട്, അല്ലേ സുമേഷേട്ടാ? പിന്നല്ലാതെ ആ പണം തിരിച്ചു കിട്ടണം. അത് ഇവള് പറഞ്ഞത് ന്യായം തന്നെ. സ്വന്തം അമ്മയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറല്ലേടാ സാമദ്രോഹി. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല. അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദിവ്യപ്രഭയുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ അത്രയും പണവും സ്വർണവും വേണ്ടാന്ന് വെക്കുവോ? നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. തെറ്റമ്മയുടെ കണ്ണീരാടാ ഇത്, ഓർത്തോ? ആരുടെ ശാപമാണെങ്കിലും അത് ഫലിക്കണമെങ്കിൽ അതിനൊരു സത്യം വേണം. അത്യാഗ്രഹവും കള്ളത്തരം കൊണ്ട് സ്വയം വാങ്ങിയ പണിയല്ലേ ഇത്? വെറുതെ എന്തിനാ ബാക്കിയുള്ളവരെ പറയുന്നേ? മോളെ മതി, സഹായിക്കാൻ എന്തായാലും ഉദ്ദേശമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും ചെല്ല്. സഹദേവേട്ടാ, നമ്മുടെ വീടിന്റെ പ്രമാണം പണയം വെച്ചേ നമുക്ക് ദിവ്യപ്രഭയുടെ പണം കൊടുക്കാം. അത് നടക്കില്ല. അമ്മേ, ഇത് എന്റെ ഭർത്താവിനും കൂടി അവകാശപ്പെട്ട വീടാ. അതായത് എനിക്ക് കൂടി വകയിലൊരു അവകാശമുണ്ട്. എന്റെ സ്വത്തുക്കൾ പണയം വെച്ച് എനിക്കുള്ള പണം തന്ന അതെങ്ങനെ ശരിയാവും? ദേ, നാളെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാ ഞാനും എന്റെ ഭർത്താവും കൂടിയല്ലേ ഇറങ്ങേണ്ടത്? അത് മറക്കരുത്. ദേ, ഇത്രയും നാള് നിന്നെ വളർത്തി വലുതാക്കിയത് ഈ അമ്മയാ. ഇവള് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഇതായിരുന്നു നിന്റെ കുടുംബം. ആ പറയുന്നൊന്നും ഞാൻ എതിർക്കുന്നില്ലല്ലോ അമ്മേ. പക്ഷേ ന്യായം ന്യായമല്ലേ അമ്മേ? സാധാരണ പുതുപ്പെണ്ണും ചെറുക്കനും ആദ്യരാത്രി പെരുമാറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റായി. ദിവ്യയുടെ മൂഡ് ശരിയല്ലാത്തോണ്ട് ഇതൊക്കെ ഞാൻ തന്നെ അങ്ങ് ഒരുക്കി. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, കുടിക്കി. മൊത്തവും കുടിച്ചോ? പാതി എനിക്കായിരുന്നു. ഞാൻ പോയി വേറെ പാലെടുത്തോണ്ട് വരട്ടെ? പാലോ കാപ്പിയോ ചായയോ എന്ത് വേണമെങ്കിലും കുടിച്ചോ. പക്ഷെ 60 പവന്റെ സ്വർണ്ണോ അതിന്റെ മാർക്കറ്റ് വിലയോ കിട്ടാതെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യൊന്ന് കരുതണ്ട. ഈ ബെഡ് പോലും. ചുമ്മാ തമാശ പറയല്ലേ ദിവ്യ, നമ്മൾ കാത്തിരുന്ന രാത്രി ഏത്? അത് നശിപ്പിച്ചത് നിങ്ങളുടെ അമ്മയാ. ഇന്ന് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് പോലും അഭിമന്യുവിന്റെയും അമൃതയുടെയും മുൻപിൽ ജയിക്കാൻ വേണ്ടി മാത്രം. ചടങ്ങ് നടന്നതോടെ ഞാൻ ജയിച്ചു. ഇനി ജീവിതത്തിൽ ശരിക്കും എനിക്ക് ജയിക്കണമെങ്കിൽ എന്റെ സ്വർണ്ണോ കാശോ എനിക്ക് കിട്ടണം. വേണമെങ്കിൽ സുമേഷിന് ഇനി തറയിൽ കിടക്കാം. നമ്മുടെ ജീവിതം മെഗാ സീരിയൽ ആക്കാനാണ് ഭാവമെങ്കിൽ നടക്കില്ല. ഞാൻ തറയിൽ കിടക്കില്ല. എന്നെ ആക്രമിക്കാനാണോ ഭാവം? വെറും തറയിൽ കിടന്ന എനിക്ക് പുറം വേദനയാണ്. ഞാൻ പുറത്ത് സോഫയിൽ പോയി കിടന്നോളാം.
അച്ഛ അച്ഛനെന്താ ഇവിടെ കിടക്കുന്നേ? ഓ, നിന്റെ അമ്മ സൗകര്യം തരുന്നില്ല. കടം തീർക്കാൻ കാശോണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വീടിന്റെ ആധാരം പണയപ്പെടുത്തി ദിവ്യപ്രഭയ്ക്ക് കാശ് കൊടുക്കാച്ച. അവൾ അറിയാതിരുന്നാ മതി. അതവൾ അറിഞ്ഞാലോടാ? ഇപ്പൊ അറിയരുതെന്നേ ഉള്ളൂ. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നീ എന്താ പറഞ്ഞേ? അല്ല, ഫസ്റ്റ് ഫൈറ്റ് നടന്നാ പോലും എല്ലാം ഓക്കെ ആയിക്കോളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമായി നീ മുറി കിടക്കാതെ എവിടെ നിൽക്കുന്നെന്താ? അവളും പണത്തിന് തന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? ഏയ്, അച്ഛൻ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലില്ല. എന്തോറ്റി? താഴെ സോഫയിൽ കിടക്കാൻ പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്നല്ലോ. സോഫയിൽ ഒഴിവില്ല. അതെന്താ? അവിടെ അച്ഛൻ കിടന്നു, ഞാൻ ഇവിടെ താഴെ കിടന്നോളാം. എന്റെ അമ്മയ്ക്ക് കാശ് കൊടുക്കാൻ വേണ്ടി വീട് പണയം വെക്കാൻ പറഞ്ഞ് നിങ്ങളുടെ അമ്മ അച്ഛനെ ശല്യപ്പെടുത്തി കാണും. അതാവും സുമേഷിന്റെ അച്ഛൻ സോഫയിൽ വന്ന് കിടന്നത്. ഈ കാര്യത്തിൽ സുമേഷ് എന്റെ കൂടെ നിൽക്കണം. ഒരു തരത്തിലും സമ്മതിക്കരുത്. ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നല്ല ബോൾഡായിട്ട് ആ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. പ്രശ്നങ്ങളൊക്കെ ആറിത്തണുത്തിട്ട് ഞാൻ തന്നെ ആകാശിനെ വിളിച്ച് സംസാരിച്ചോളാം. അതിനിടയിൽ അവൻ നിന്നെ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നീയായിട്ട് അങ്ങോട്ട് വിളിക്കരുത്. എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല അമൃതേച്ചി. കരയാതെ മോളെ, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. ആ മഹി, നിർത്ത്. അങ്ങോട്ട് ഒതുക്കി നിർത്ത്. ഞാനും വരാം ചേച്ചി. നീ പഞ്ചരത്നത്തിന്റെ പരിസരത്ത് പോലും വരില്ലെന്നാ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മറക്കണ്ട. ആരെങ്കിലും നിന്നെ ഇവിടെ കണ്ട് പോലീസിൽ അറിയിക്കുന്നതിന് മുമ്പേ സ്ഥലം വിട്ടോ. ഞാൻ വിളിക്കുമ്പോ നീ വന്നാ മതി. എന്റെ മക്കള് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അംബിക എന്നെ കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കല്ലേ. അംബിക പറയുന്ന കാര്യങ്ങൾ കേട്ടാ ആരും എന്നെ തെറ്റിദ്ധരിച്ചു പോവും. അത്രയ്ക്ക് മോശത്തരങ്ങളല്ലേ അവൾ എന്നെ കുറിച്ച് പറയുന്നത്. അതൊക്കെ കേട്ട് എന്റെ മക്കള് പോലും ഈ അമ്മയെ തെറ്റിദ്ധരിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. അംബികമാമിക്ക് പണത്തിനെന്തോ ആവശ്യമുണ്ടായിട്ട് ചെയ്തതാവാ ഇതൊക്കെ. അല്ലെങ്കിൽ കലയമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കേണ്ടതല്ലേ? അതുണ്ടായില്ലല്ലോ. ഇപ്പോഴാ മക്കളെ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോ. എന്താ ഒരു അഭിനയം! നീ എന്താ മോളെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ?
സ്വർണ്ണാഭരണ പ്രശ്നത്തിന്റെ പേരിൽ ആകാശേട്ടൻ എന്നോട് വലിയ ദേഷ്യായി കലയമ്മേ. നീ വിഷമിക്കണ്ട. എന്തായാലും ആകാശിന്റെ തെറ്റിദ്ധാരണ ഞാൻ ഇടപെട്ട് മാറ്റാം. ആദ്യം ഞാൻ മഹേന്ദ്രനെ കൊണ്ട് അവനോടൊന്ന് സംസാരിപ്പിക്കാം. മഹേന്ദ്രന്റെ അനിയത്തിയല്ലേ നീ? മഹേന്ദ്രൻ ആകാശിനോട് സംസാരിച്ച എല്ലാം ശരിയാക്കും. വണ്ടി നിർത്തണം. എന്ത് പോകരത്തോടെ കാണിക്കുന്ന? എന്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ചതിനോളം വലിയ പോക്കത്തിനല്ലടാ ഇത്. എന്റെ ചേച്ചിയെ തൊട്ട് കളിച്ചാ പിന്നെ ഞാൻ കൈയും കെട്ടി നോക്കിക്കുമെന്നാണ് നീ വിചാരിച്ചത്? അങ്ങനെ ഒരാൾ ചെയ്താൽ സാധാരണ കൈയിങ്ങെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചന്ദ്രേട്ടൻ ഇടപെട്ടതുകൊണ്ടാ നിന്റെ അമ്മയെ ഞാൻ ജീവനോടെ വിട്ടത്. ഇനിയും എന്റെ ചേച്ചിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് നടന്ന പൊന്നു മോനെ, നിന്നെയും നിന്റെ അമ്മയും ഞാൻ തെറ്റ് ചെയ്ത് എന്റെ അമ്മയോ നിന്റെ ചേച്ചിയോ തീരുമാനിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ച നിന്നെ ഞാൻ വെറുതെ വിട്ട ഞാൻ അവരുടെ മകനല്ലതായി പോവും. എടാ, നീ നിന്റെ ചേച്ചി വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മഹേന്ദ്ര. ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ച് എന്റെ മുഖം പൊള്ളിച്ചത് നിന്റെ അമ്മയാ. അതിന് പകരം എന്റെ ചേച്ചി നിന്റെ അമ്മയെ കളിയാക്കിയത്. എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാ ഇതുവരെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ നിമിഷം മുതൽ എന്റെ ചിന്ത ഞാൻ മാറ്റുകയാണ്. നീയും നിന്റെ ചേച്ചിയും ഇനി എന്തിനെങ്കിലും മുതിർന്ന ജീവനോടെ വെച്ചേക്കില്ല ഞാൻ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.